നമുക്ക് പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്, പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത്, അതായത് ഫ്രീഡം സ്ട്രഗിളിലൊക്കെ മെയിൻ ഡിമാൻഡ് ചെയ്തത് ബ്രിട്ടീഷുകാരുടെ ഭരണരീതി മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ പൂർണ്ണ സ്വരാജ് വന്നതോടുകൂടി, അല്ലെങ്കിൽ ലാഹോർ സമ്മേളനം വന്നതോടുകൂടി ഇന്ത്യക്ക് പൂർണ്ണമായിട്ടൊരു സ്വാതന്ത്ര്യം വേണമെന്നുള്ളൊരു ചിന്ത ജനങ്ങളിലേക്കും ലീഡേഴ്സിലേക്കും വന്നു തുടങ്ങി. എന്താണെന്ന് നമുക്ക് നോക്കാം. The Lahore session of International Congress held in 1929. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാഹോർ സെക്ഷൻ in the year 1929 under the chairmanship of Jawaharlal Nehru was turning point in the history of freedom movement in India. ഓക്കെ, അത്ര പ്രധാനപ്പെട്ടതാണ് ലാഹോർ സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു. 1929 ലാഹോറിൽ വച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നോക്കാം. The session declared that the ultimate aim of Indian freedom struggle was to attain complete freedom. അതിനെയാണ് എന്ത് പറയുക, പൂർണ്ണ സ്വരാജ് ഫോർ ദ കൺട്രി. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ റിസോൾവ് ടു സ്റ്റാർട്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. ഇത് രണ്ടുമാണ് എന്താ പറയുക, ഇന്ത്യക്ക് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിച്ച സംഭവങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നോക്കാം, ഗാന്ധിജി ഇതിനു വേണ്ടി കുറേ പ്രപ്പോസൽസ് മുന്നിലേക്ക് വെച്ചു. അതെന്തൊക്കെയാന്ന് നോക്കാം. ടു ലിഫ്റ്റ് സോൾട്ട് ടാക്സ്, എന്താ പറഞ്ഞത്, ഉപ്പ് നികുതി എടുത്തു കളയുക. എല്ലാ തരം ആളുകളിലേക്കും ഇവർ ഭയങ്കരമായിട്ട് ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയിരുന്നു, അത് എടുത്തു കളയുക. അതുപോലെ ടു ഡിക്ലെയർ 50% ടാക്സ് റിലാക്സേഷൻ ഫോർ ഫാർമേഴ്സ്. പിന്നെ എന്താ ഗാന്ധിജി പറഞ്ഞത്, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. ടു ഇൻക്രീസ് ടാക്സ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഫോറിൻ ക്ലോത്ത്സ്, അതുവേണം എന്ത് പറഞ്ഞു, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. അപ്പം ഇങ്ങോട്ട് കിട്ടുമല്ലോ ക്യാഷ്, ഇറക്കുമതിക്കാണ് നികുതി വർദ്ധിപ്പിക്കാനായിട്ട് പറഞ്ഞത്. ടു റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, അതായത് രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. കൂടാതെ പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. ടു കട്ട് ഷോർട്ട് മിലിറ്ററി ബഡ്ജറ്റ് ആൻഡ് ഹൈ സാലറി ഓഫ് ടോപ്പ് ഒഫീഷ്യൽസ്, എന്താ പറഞ്ഞത്, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. പിന്നെയോ ടു ഡിസോൾവ് ദ സീക്രട്ട് സർവൈലൻസ് വിങ് ഫോംഡ് ടു വാച്ച് ഇന്ത്യൻസ്, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. പിന്നെയോ ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ്, എന്താ പറഞ്ഞത്, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. പിന്നെയോ ടു ഇംപ്ലിമെൻറ്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ, അതായത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക. ഇതൊക്കെയായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ച കുറേ പ്രപ്പോസൽസ്. ഇതെല്ലാമായിരുന്നു. ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഗാന്ധിജി സെലക്റ്റഡ് സാൾട്ട് ആസ് ദ പവർഫുൾ വെപ്പൺ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്, അതായത് ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇതും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. 4 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതും വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. നോക്കാം നമുക്ക്. Salt tax constituted 2/5 portion of the income collected by the British through taxes. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഭാഗവും ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. നോക്കിയേ, ബ്രിട്ടീഷ് സർക്കാർ നികുതി വരുമാനം, ടോട്ടൽ വരുമാനത്തിൻ്റെ 2/5 ഭാഗവും എന്തിനായിരുന്നു, ഉപ്പിനായിരുന്നു നികത്തിയിരുന്നത്. ഉപ്പ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലേ? എല്ലാവരിൽ നിന്നും ഏറ്റവും കൂടുതൽ നികുതി ടാക്സ് കളക്ട് ചെയ്തിരുന്ന എന്തിനായിരുന്നു, ഉപ്പിനായിരുന്നു. ദിസ് ടാക്സ് വാസ് ഹെവി ബർഡൻ ഫോർ പുവർ പീപ്പിൾ.
ദാരിദ്ര്യർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. പാവപ്പെട്ട ആളുകൾക്ക് ഇത്തരം നികുതി വലിയ ഭാരമായിരുന്നു. അതുപോലെ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡിജീനിയസ് സോൾട്ട് പ്രൊഡക്ഷൻ. അതുപോലെ തദ്ദേശീയരായ ചെറുകിട ഉൽപാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം അവർ ഏർപ്പെടുത്തി. സാധാരണക്കാരനായ കർഷകൻ ഉപ്പുണ്ടാക്കാനൊക്കെ ഒരു നിരോധനം അവർ ഏർപ്പെടുത്തുകയുണ്ടായി. There was threefold hike on salt price. നോക്കിയേ, ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിപ്പിക്കുകയുണ്ടായി. The demand for lifting the salt tax was slogan suitable to inspire all segment of the society. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തുകളയുക എന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജി ആ ഒരു സോൾട്ട് സത്യാഗ്രഹയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത അതുകൊണ്ട് തന്നെയാണ് ഉപ്പ് നികുതി എടുത്തു കളയുക. അത്രമാത്രം ടാക്സ് ആണ് എല്ലാവരിൽ നിന്നും അവർ കളക്ട് ചെയ്യുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് ഇത് കൊടുക്കാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ മുദ്രാവാക്യം ഉപ്പ് നികുതി എടുത്തു കളയുക എന്നാക്കിയത്. ഇനി നമുക്ക് നോക്കാം വട്ടമേശ സമ്മേളനങ്ങൾ, റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് conferred a James Palace in London 3 round table conference in 1930, 1931 and 1932 to discuss the administrative reforms to be implemented in India. Representing International Congress, Gandhiji attended the second round table conference. എന്താ ഉണ്ടായത്? ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ച് എന്നൊക്കെയാണ് സമ്മേളനിച്ചത്. 1930, 31, 32 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേള സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. അതിൽ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതികരിച്ച് നമ്മുടെ ഗാന്ധിജിയും പങ്കെടുക്കുകയുണ്ടായി. നോക്കാം. Inspired by the call of Gandhiji, people in various parts of the country started to produce salt on their own, violating the British regulation. Payyannur in Kerala, Vedaranyam in Tamil Nadu, Mumbai in Maharashtra and Noailly in Bengal and northwest frontier provinces were some of the centers of this protest. എന്താ നോക്കാം. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായി. അവരോട് ഉപ്പ് ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷുകാർ. പക്ഷെ അവർ ഉപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പ് കുറുക്കുകയും ഇതിന് അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്തു. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ മുംബൈ ആൻഡ് ബംഗാളിൽ നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ട് മാറി. ഇവിടെയൊക്കെയുള്ള ആളുകൾ ഉപ്പ് കുറുക്കി അവർ പറഞ്ഞതിന് എതിരായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആസ് എ പാർട്ട് ഓഫ് ദ പ്രൊട്ടസ്റ്റ്, വോളണ്ടിയേഴ്സ് മെയ്ഡ് salt and distributed it to the public, hosted national flag and chanted anti-British slogans. എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് നോക്കി. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. കൂടാതെ ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. കാരണം അവരോടുള്ള പ്രതികാരം പല രീതിയിൽ കാണിക്കുന്നതാണ്. The British police severely tortured a team of volunteers led by Sarojini Naidu, who had set out the ധരാസന സോൾട്ട് ഫീൽഡ് ഇൻ ഗുജറാത്ത്. എന്താ നോക്കിയേ, ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസുകാർ നേരിടുകയുണ്ടായി. പക്ഷേ ഇതിനെല്ലാം പ്രതിരോധിച്ചാണ് ഇന്ത്യൻ ലീഡേഴ്സ് മുന്നിലേക്ക് പോയത്. ഗാന്ധിജി വാസ് അറസ്റ്റഡ് ആൻഡ് ദ മൂവ്മെന്റ് വാസ് സപ്രസ്ഡ് കൊളോസ്ലി. നോക്കിയേ, ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് നോക്കാം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ബ്രിട്ടീഷ്
ക്വിറ്റ് ഇന്ത്യ എന്താണെന്ന് നോക്കാം അതിനെക്കുറിച്ച്. ഹിയർ ഈസ് എ മന്ത്ര, എ ഷോർട്ട് വൺ ദാറ്റ് ഐ ഗിവ് യു. You may imprint it on your house and let every breath of yours give expression to it. The mantra is do or die. We shall either free India or die in the attempt. We shall not live to see the perpetuation of our slavery. എന്താ പറഞ്ഞതെന്ന് നോക്കിയേ. ഇതാ ഗാന്ധിജി പറഞ്ഞ ഒരു കോട്ടാണിത്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്തായിരുന്നു അത്? നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ഒന്നില്ലെങ്കിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ ഒരു ഫേമസ് കോട്ടാണത്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? നാം ഒന്നില്ലെങ്കിൽ ഇന്ത്യയെ സ്വാതന്ത്ര്യമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ഫേമസ് കോട്ട്സാണ് ജനങ്ങളിലേക്ക് ഗാന്ധിജി കൊടുത്തത്. അത്ര ത്രസിപ്പിക്കുന്ന കോട്ടുകളാണല്ലേ. നോക്കുക, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ദ ലാസ്റ്റ് പോപ്പുലർ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ്ഡ് ബൈ ദ ഇന്റർനാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഇന്റർനാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിരുന്നു ഇത്. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോസ്ഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം. നോക്കുക, ദ റിലക്റ്റൻസ് ഓഫ് ബ്രിട്ടീഷ് ടു ഇംപ്ലിമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ, പബ്ലിക് ഡിസ്കസ്ഡ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫെമൈൻ. എന്താ നോക്കിയേ, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി ഒന്നാമത്തെ ഫാക്ടർ ആയിരുന്നു. പിന്നെയോ ദ അസംഷൻ ദാറ്റ് ദ ബ്രിട്ടീഷ് ഷുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. പിന്നെ എന്തായിരുന്നു? രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നലായിരുന്നു സെക്കൻഡ് ഫാക്ടർ. ക്ലിയർ ആണല്ലോ അല്ലേ ഇത്രയും. ഇനി നമുക്ക് നോക്കാം, സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് എല്ലാ പോയിന്റ്സും പഠിച്ചിരിക്കണം. എന്തൊക്കെ പോയിന്റ്സുകളാണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഷാൾ റെക്കഗ്നൈസ് ദ സോവർണിറ്റി ഓഫ് ദെയർ പീപ്പിൾ. എന്താ പറഞ്ഞത്? നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. പിന്നെയോ ഫാമേഴ്സ് ഷാൾ നോട്ട് പേ ലാൻഡ് ടാക്സ്. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഷാൾ ഡിസ്ക്ലോസ് ദെയർ ലോയാലിറ്റി ടു ഇൻ്റർനാഷണൽ കോൺഗ്രസ് വിത്തൗട്ട് റിസൈനിങ് ദെയർ പൊസിഷൻ. എന്താ പറഞ്ഞത്? സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. അതുപോലെ വിത്തൗട്ട് ക്വിറ്റിംഗ് ദെയർ പൊസിഷൻ in the army, soldiers shall disobey orders to shoot and kill Indians. നോക്കിയേ, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. നേരത്തെ ഇന്ത്യൻ പട്ടാളക്കാരെ കൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നിരുന്നത്. അതിനെല്ലാം വിസമ്മതം അറിയിക്കണം. അതുപോലെ സ്റ്റുഡൻസ് ബോയ്ക്കോട്ട് എഡ്യൂക്കേഷൻ ടിൽ അറ്റൈനിങ് ഫ്രീഡം. പിന്നെ എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. At the end of 1942, India was under the fire of popular unrest. The Quit India movement was a clear indication of the people's determination to grab freedom for their country. എന്താ നോക്കിയേ, 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ സമരത്തിൻ്റെ തീച്ചൂളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു എന്ത്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ. അതുപോലെ സിയാ ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു, ഹു ഒപ്പോസ്ഡ് ദ ഗാന്ധിയൻ ഐഡിയ ഓഫ് ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ്, ഫോംഡ് ദ സ്വരാജ് പാർട്ടി ഇൻ 1923. എന്താ പറഞ്ഞത്? ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്ത സിയാർ ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923
സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. അതുപോലെ റെവല്യൂഷണറീസ് ഫ്രം പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ gathered in Delhi and formed the Hindustan Socialist Republican Association in 1928. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ എന്താ ചെയ്തത്? ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി. ഇങ്ങനെ പല പല സംഘടനകളൊക്കെ ഉണ്ടായത് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി കൂടിയായിട്ടാണ്. They floated a military wing called Republican Army for Armed Revolution. Their plan was to overthrow the colonial government through military action and establish Federal Republic of Indian States. എന്തൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹങ്ങൾ? സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് ആര്? റിപ്പബ്ലിക്കൻ ആർമി. അതുപോലെ കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുപോലെ ഇൻ ലാഹോർ, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് shot to kill Saunders, the police officer who was responsible for the lathi charge that handled to death of national leader ലാലാ ലാജ്പത് റായ്. എന്താ പറഞ്ഞത്? കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയായിരുന്നു ഇവരുടെ എല്ലാം ലക്ഷ്യം. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ സൗണ്ടേഴ്സ് എന്ന പോലീസ് ഓഫീസറെ വെടിവെച്ച് കൊന്നു. എന്തുകൊണ്ടാണ്? ലാലാ ലാജ്പത് റായിയെ കൊന്ന ഒരു പോലീസ് ഓഫീസറായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ അവർ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. On March 23, 1931, Bhagat Singh, Rajguru, Sukhdev were hanged to death by British government. എന്താ സംഭവിച്ചത്? പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബിധുകേശ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിയുകയുണ്ടായി. തുടർന്ന് അറസ്റ്റ് വരിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? തൂക്കിലേറ്റുകയുണ്ടായി. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം. Given below are the names of some revolutionary organization and leaders who dedicated their life to attaining freedom for India. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട ചില വിപ്ലവ പ്രസ്ഥാനങ്ങളുണ്ട്. അവയുടെ നേതാക്കളെയുമാണ് നമ്മൾ താഴെ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ആരൊക്കെയാന്ന് നോക്കാം. അഭിനവ് ഭാരത് സൊസൈറ്റി. ആരായിരുന്നു എൻ്റെ ലീഡർ? VD സവർക്കർ ആയിരുന്നു. അനുശീലൻ സമിതി ലീഡർ ആരായിരുന്നു? ബരീന്ദൻ കുമാർ ഘോഷ് ആൻഡ് പുലിൻ ബിഹാരി ദാസ് ആയിരുന്നു അതിൻ്റെ ലീഡർ. അടുത്ത പാർട്ടി ഏതായിരുന്നു? ഗദർ പാർട്ടി. ലാലാ ഹർദയാൽ ആയിരുന്നു അതിൻ്റെ ലീഡർ. നെക്സ്റ്റ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. അതിൻ്റെ ലീഡർ ആരായിരുന്നു? സൂര്യ സെൻ ആണ്. ഇതൊക്കെ ഇടയ്ക്ക് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാറുണ്ട്. ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്ര ബോസ്, ജയപ്രകാശ് നാരായണൻ ആൻഡ് അരുണ ആസഫ് അലി ലീഡ് ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഫ്രാക്ഷൻ വിതിൻ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്താ നോക്കിയേ? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്ര ബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഈ പേരുകൾ മറന്നുപോകാതെ പഠിക്കണം. അതുപോലെ തന്നെ അറ്റ് എ മീറ്റിംഗ് ഹെൽഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ജയപ്രകാശ് നാരായണൻ ഇൻ മുംബൈ ഇൻ 1934 ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. 1934 മുംബൈയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ഡേറ്റ് മറന്നു പോകരുത്.
in the year 1934. This new organization played a decisive role in the Quit India movement. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. When Gandhiji and other top leaders of Congress were arrested. എന്താ സംഭവിച്ചേ? ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിലെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി ലീഡേഴ്സ് ലൈക്ക് ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി ലീഡ് ദ മൂവ്മെന്റ് ഫ്രം ദെയർ ഹൈഡ് ഔട്ട്. എന്താ സംഭവിച്ചത്? അവർ അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ആരായിരുന്നു? ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി തുടങ്ങിയവരായിരുന്നു. At various stages of national movement, Subhas Chandra Bose expressed his different opinion on Gandhian ideas of struggle. അതായത് ഗാന്ധിയൻ സമരരീതിയോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. എന്തുകൊണ്ടാണ്? ഗാന്ധിജി അഹിംസയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ സുഭാഷ് ചന്ദ്ര ബോസിനെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്നത് എല്ലായ്പ്പോഴും അഹിംസാ മാർഗം നമുക്ക് വിജയത്തിലേക്ക് നമ്മളെ നയിക്കില്ല എന്നൊരു കോൺസെപ്റ്റായിരുന്നു. ക്വിറ്റിംഗ് ദ കോൺഗ്രസ്, ഹി ഫോംഡ് എ പൊളിറ്റിക്കൽ പാർട്ടി കോൾഡ് ഫോർവേഡ് ബ്ലോക്ക്. കോൺഗ്രസ് വിട്ട ശേഷം അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുകയുണ്ടായി. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആര് പറയും? യെസ്, സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്കിന്റെ ലീഡർ. ഹി ടുക്ക് ദ ചാർജസ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി, INA ഫുൾ ഫോം ഓർത്തിരിക്കണേ, ഇന്ത്യൻ നാഷണൽ ആർമി, ഫോംഡ് ബൈ രാഷ് ബിഹാരി ബോസ് ടു അറ്റൈൻ ദ ഫ്രീഡം ഫോർ ഇന്ത്യ. ഓക്കെ, പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി INA നേതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയുണ്ടായി. അതുപോലെ ഹി ഫോംഡ് എ പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോർ ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂർ വിത്ത് ദ എയിം ഓഫ് ഫോഴ്സിംഗ് ദ ബ്രിട്ടീഷ് ടു ക്വിറ്റ് ഇന്ത്യ. സിംഗപ്പൂരിൽ വച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് സുഭാഷ് ചന്ദ്ര ബോസിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയുണ്ടായി. ഇന്ത്യൻ നാഷണൽ ആർമി ഹാഡ് എ വുമൺ വിങ് കോൾഡ് ഝാൻസി റെജിമെന്റ്. അതായത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായി ഝാൻസി റാണി റെജിമെന്റ് രൂപീകരിക്കുകയുണ്ടാവുകയും ചെയ്തു. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ജപ്പാനീസ് ആർമി, Indian National Army marched to the east-west border of India and hosted Indian flag in Imphal. നോക്കിയേ, സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്യുകയുണ്ടായി. അവിടെ ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്യുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാം. അതായത് മൂവ്മെന്റ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് പിയസൻസിനെ കുറിച്ച് പഠിക്കാം. ദ സോഷ്യലിസ്റ്റ് ഐഡിയോളജി സ്പ്രെഡ് എമംഗ് ദ ഇന്ത്യൻ ആഫ്റ്റർ റഷ്യൻ റവല്യൂഷൻ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് വേരിയസ് ലേബർ ആൻഡ് പിയാസൻ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. എന്താത്? റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനിടയായി. അത് നോക്കണേ, റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനമാണ് എന്ത് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള മെയിൻ കാരണം. എയർലിസ്റ്റ് ലേബർ യൂണിയൻ ഇൻ ഇന്ത്യ. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ നമുക്ക് നോക്കാം. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ, പിന്നെയോ മദ്രാസ് ലേബർ യൂണിയൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വാഞ്ചി അയ്യരെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കാറില്ല സാധാരണ, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്നു റോബർട്ട് വില്യം ഡെസ്കോട്ട്. ആഷയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചു കൊന്നു.
ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ഓക്കെ, വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെ പറ്റി മാഡം കാമത്തിൻ്റെ വന്ദേ മാതരം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നും ഉണർത്തി. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, അങ്ങനെ അധികം ചോദിക്കാത്തൊരു ഏരിയ ആണത്. ഇനി ഇൻ 1920 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ഒരു ട്രേഡ് യൂണിയൻ അല്ലേ? ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് NM ജോഷി ആൻഡ് ലാലാ ലാജ്പത് റായ്. അതായത് 1920 NM ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈ എടുത്താണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അഥവാ AITUC രൂപീകരിച്ചത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് AITUC രൂപീകരിച്ചത്. ടു ഓർഗനൈസ് ആൻഡ് ആക്ട് ആസ് വർക്കിംഗ് ക്ലാസ്, തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ടു ഫെസിലിറ്റേറ്റ് ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് ടു കോഓപ്പറേറ്റ് വിത്ത് ദ വർക്കിംഗ് ക്ലാസ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. അതുപോലെ ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. പിന്നെയോ ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. പിന്നെ എന്തായിരുന്നു ഇതിൻ്റെ മെയിൻ ലക്ഷ്യം? INTUCയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുകയും ചെയ്യുക. അതുപോലെ ദ ടാക്സ് ലോസ് ഓഫ് ബ്രിട്ടീഷ് സിവിയർ എക്സ്പ്ലോയിറ്റേഷൻ, the zemindars and low price of agriculture producers, Indian farmers realized the importance of an organized struggle and started peasant movements. എന്താന്ന് നോക്കിയേ, ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമീന്ദർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകതയുടെ ഒരു ബോധ്യം ഉയർത്തി. അതായത് ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റൂ എന്നൊരു ആശയം അവരിലേക്ക് വരികയുണ്ടായി. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? അതുപോലെ ഓൾ ഇന്ത്യ കിസാൻ സമിതി കോൺഫറൻസ് ഹെൽഡ് ഇൻ മുംബൈ. ഗിവൺ ബിലോ സം ഓഫ് ദ ഡിമാൻഡ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ മാനിഫെസ്റ്റോ. എന്തൊക്കെയാണെന്ന് നോക്കാം. മുംബൈയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകുകയുണ്ടായി. അതിലെന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം. റെഡ്യൂസ് 50% ഓഫ് ലാൻഡ് ടാക്സ് ആൻഡ് ലീസ് ചാർജ്. ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക. പിന്നെയോ റൈറ്റ് ഓഫ് ഡെപ്റ്റ്, കടങ്ങൾ മരവിപ്പിക്കുക. ക്യാൻസൽ ഫ്യൂഡൽ ടാക്സസ്, എന്താ ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക. പിന്നെയോ എൻഷുർ മിനിമം വേജസ് ഫോർ അഗ്രികൾച്ചർ വർക്കേഴ്സ്, അതായത് കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തുക. ആൻഡ് റെക്കഗ്നൈസ് പിയസന്റ് യൂണിയൻ, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. ഇതൊക്കെയായിരുന്നു അവയിലുള്ള മെയിനായിട്ടുള്ള ആവശ്യങ്ങൾ. The British government as well as the feudal system that existed in India triggered agitation and revolt in various parts of the country. എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയെയും ഒരുപോലെ എതിർത്ത തൊഴിലാളികളെയും കർഷകരുടെയും നിലപാടുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് നോക്കാം പ്രധാന സമരങ്ങൾ എവിടെയൊക്കെ നടന്നതെന്ന് നോക്കാം. നോക്കുക, തേഭാഗ സമരം എവിടെ വെച്ചായിരുന്നു നടന്നത്? ബംഗാളിൽ. തെലങ്കാന സമരം നടക്കുകയുണ്ടായി ആന്ധ്രാപ്രദേശിൽ. അതുപോലെ നാവിക കലാപം മുംബൈയിലും നടക്കുകയുണ്ടായി. ഇതായിരുന്നു അന്നേരം ആ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങൾ. ഇവയൊക്കെയായിരുന്നു. ഒക്കെയാണല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം ടുവേഴ്സ് ഇൻഡിപെൻഡൻസ്, അതായത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക്, അതിനെക്കുറിച്ച് പഠിക്കാം. The Second World War lead to the collapse of imperialism the world over. രണ്ടാം ലോകയുദ്ധം ലോകത്താകമാനം സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. Consequent to financial crisis, Britain lost its capacity to maintain colonies. എന്താ ഉണ്ടായേ?
ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാകുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ ഇന്റൻസിഫൈഡ് ഫ്രീഡം സ്ട്രഗിൾസ് ഇൻ ദ കോണ്ടിനെന്റ്സ് ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക one hand and America and Soviet policy against colonialism on the other forced the British to free India from their clutches. എന്താ നോക്കിക്കേ, സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻ ശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചയ്ക്കെതിരായി നിലപാടെടുത്തു. അത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനൊക്കെ കോളനി വാഴ്ചയ്ക്ക് എതിരായിട്ട് നിലപാടെടുക്കുകയുണ്ടായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതമാക്കി. ഇതൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നയിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു. The new British government that came to power under the Labour Party led by Clement Attlee sympathizer to India and also expedited our independence from colonial rule. നോക്കിയേ, ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ക്ലെമന്റ് അറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം നമുക്ക് എളുപ്പമാക്കാനുള്ള ഒരു കാരണമായി മാറി. All India League under the leadership of Muhammad Ali Jinnah raised the claim for separate country called Pakistan. മുഹമ്മദ് അലി ജിന്നയുടെ ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതായത് പാകിസ്ഥാൻ പണ്ട് നമുക്കറിയാം ഇന്ത്യയുടെ ഭാഗമായിരുന്നു. പക്ഷേ ഈ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള കുറേ ആളുകൾ എന്തു പറഞ്ഞു, ആവശ്യപ്പെട്ടു, പാകിസ്ഥാൻ എന്ന ഒരു പ്രത്യേക രാജ്യം വേണമെന്ന് അവർ അവകാശപ്പെടുകയുണ്ടായി. He argued that freedom for India was impossible without partition, and to support this argument he prepared a strategy called Mountbatten Plan. എന്താ ഉണ്ടായെന്ന് നോക്കിയേ, പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിക്കുകയുണ്ടായി. ഇന്ത്യയെ വിഭജിക്കാതെ അധികാരമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. അതുപോലെ തന്നെ ടു ഫോം സെപ്പറേറ്റ് കൺട്രി ഇൻ മുസ്ലിം മെജോറിറ്റി ഏരിയ ആസ് പെർ ദ മുസ്ലിം വിഷ് ടു ഡിവൈഡ് പഞ്ചാബ് ആൻഡ് ബംഗാൾ. എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അതുപോലെ പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണെന്നും വാദിക്കുകയുണ്ടായി. To appoint a commission to determine the borders in Punjab and Bengal, while the Congress and All India League approved this plan, the nationalists like Khan Abdul Ghaffar Khan vehemently opposed it. എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കേ, ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ in 1947 when the British Parliament passed the Indian Independence Act to free nation, India and Pakistan came into existence. Jawaharlal Nehru became the first Prime Minister of independent India. നോക്കിയേ, 1947 ആ ഒരു ഡേറ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമല്ലേ. ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വാതന്ത്ര്യ രാജ്യങ്ങൾ നിലവിൽ വരികയും ചെയ്തു. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ. ഈ ഒരു പിക്ചറിൽ നോക്കി മൗണ്ട് ബാറ്റൻ പ്രഭു സല്യൂട്ട് ചെയ്യുകയാണ്. ഇന്ത്യൻ ഫ്ലാഗിനെ സല്യൂട്ട് ചെയ്യുന്നൊരു രംഗമാണ്. അടുത്ത് നമുക്കറിയാം ഇന്ത്യ ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടിയത്, സ്വാതന്ത്ര്യം കിട്ടിയത് 15th August 1947 ഓക്കെ. സല്യൂട്ടിങ് ദ റിയൽ ഹീറോസ്. നമ്മൾ മുന്നിൽ നിന്ന് നയിച്ച കുറേ ലീഡേഴ്സ് ഉണ്ട്, പക്ഷെ പിന്നിൽ നിന്ന് ആയിരക്കണക്കിന്
ആളുകളുണ്ട് അല്ലേ, രക്തം ചിന്തിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാം, റിയലി നമുക്ക് സല്യൂട്ട് ചെയ്യാം. അതുപോലെ ദ ഫ്രീഡം വി അറ്റൈൻഡ് ഓൺ 15th August 1947 is the outcome of international movement inspired by various stream of ideas and ideologies. ഗാന്ധിയൻ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ സമരമാർഗങ്ങളും ഈ കാലഘട്ടം നമുക്ക് സാക്ഷ്യം വഹിച്ചു. ഇത്തരത്തിൽ വ്യത്യസ്ത ധാരകളിലൂടെ ശക്തി പ്രാപിച്ച ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഫലമായിരുന്നു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. അപ്പം നോക്കിയ മക്കളെ, ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്കിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത്. ഈ ഒരു മൂല്യം നിങ്ങളെപ്പോലെയുള്ള യൂത്ത് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ നമ്മൾ ഇന്നും കാത്തു സൂക്ഷിക്കണം. നമ്മളുടെ രാജ്യം നല്ലൊരു നാളേക്കായി നിങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടീച്ചർ ഇന്ന് പഠിപ്പിച്ചതെല്ലാം വ്യക്തമായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നോടെ റിവൈൻഡ് ചെയ്ത് ഒന്നോടെ നോക്കി പഠിക്കുക. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചർ അതിന് കറക്റ്റായിട്ടൊരു ആൻസർ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നോടെ നോക്കാം. ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിച്ച കുറേ കാര്യങ്ങൾ, ഈ ലെസണിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. നോക്കുക, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം നമ്മൾ പഠിച്ച എന്തൊക്കെയായിരുന്നു? റീജിയണൽ സ്ട്രഗിൾസ് പഠിച്ചു, നാഷണൽ സ്ട്രഗിൾസ് പഠിച്ചു. അതുവേണം ഓൾട്ടർനേറ്റീവ് പാത്ത് എന്തൊക്കെയായിരുന്നു? റീജിയണൽ സ്ട്രഗിൾസിൽ വരുന്നത് എന്തൊക്കെയായിരുന്നു? മെയിനായിട്ട് ഇൻഡിഗോ ഫാമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, അതുവേണം കോട്ടൺ മിൽ വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, ഫാർമേഴ്സ് സ്ട്രൈക്ക് അറ്റ് ഖേദ അല്ലേ, അതായത് ഖേദ കർഷക സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ചമ്പാരനിലെ നീലം കർഷകർ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഇതൊക്കെയായിരുന്നു നമ്മൾ റീജിയണൽ സ്ട്രഗിൾ അല്ലെങ്കിൽ പ്രാദേശിക സമരങ്ങൾ. ഇതൊക്കെയായിരുന്നു. നാഷണൽ സ്ട്രഗിളിലേക്ക് പോയത് എന്തൊക്കെയായിരുന്നു നോക്കിയേ? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. എന്തൊക്കെയായിരുന്നു? നിസ്സഹകരണ സമരം, സിവിൽ നിയമലംഘനം, അതുവേണം ക്വിറ്റ് ഇന്ത്യ സമരം. അതിൽ സിവിൽ നിയമലംഘനത്തിന് വന്ന 2 സമരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉപ്പ് സത്യാഗ്രഹവും ധാരാസന സത്യാഗ്രഹവും അല്ലേ. ഇനി ഓൾട്ടർനേറ്റീവ് പാത്ത് അല്ലെങ്കിൽ വേറിട്ട വഴികൾ, അതിൽ വന്നിരുന്ന ഏതൊക്കെയായിരുന്നു? ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് ഏതൊക്കെയായിരുന്നു? സ്വരാജ് പാർട്ടി, സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ്, പിന്നെയോ റെവല്യൂഷണറി മൂവ്മെൻറ്റ്, അതുവേണം ലേബർ യൂണിയൻ ആൻഡ് പിയാസൻ മൂവ്മെൻറ്റ്. എന്തൊക്കെയായിരുന്നു? സ്വരാജ് പാർട്ടി, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, വിപ്ലവ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ. ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ടീച്ചർ ഇന്നെടുത്ത ടോപ്പിക്സ് എല്ലാം റെഫർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിൽ നിന്നാണ്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വളരെ ലളിതമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് എക്സാം പോയിന്റിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ടീച്ചർ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ.